ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമാണ്. അവർ പറഞ്ഞു മുകേഷിൻ്റെ പീഡനം അത്ര തീവ്രതയുള്ളതായി ഞാൻ കരുതുന്നില്ലെന്ന്. വാക്ക് കിട്ടിയത് അവിടുന്ന്. എം.വി. ജയരാജൻ പറഞ്ഞു, ഇ.പി. ജയരാജൻ പറഞ്ഞില്ലേ ഒരാഴ്ച മുമ്പ്, മുകേഷ് അത് സിനിമാക്കാരനാണോ, സിനിമ പോലെയാണോ രാഷ്ട്രീയം എന്ന്? ഏത് കേസിനെ കുറിച്ചാണ്? ഫെബ്രുവരിയിലോ ജനുവരിയിലോ മറ്റോ കുറ്റപത്രം കൊടുത്തിട്ട് കേസ് വിചാരണയിലേക്ക് പോവാണ്. മുകേഷ് കുറ്റക്കാരനാണെന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. പക്ഷേ ഒരാൾ പോലും ഈ നറേറ്റീവിന് പുറത്തു പോകില്ല എന്നുള്ളതാണ് CPM-ൻ്റെ ഒരു കാര്യം. അതിനെ നിങ്ങൾ അടിമക്കൂട്ടമെന്ന് വിളിക്കാം, സത്യത്തിൽ അങ്ങനെ ഒരു കോർഡിനേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരാൾ പോലും എതിർത്ത് പറയില്ല. മറുവശത്ത് കാക്കോഫണി എന്ന് പറയും, ബഹളത്തോട് ബഹളമാണ്. ഒരു തരത്തിലും ഒരു കാര്യവും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നാളത്തേക്കാണ് തീരുമാനം വരേണ്ടിയിരുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോൺഗ്രസിന് പേടി എന്നുള്ളതിലേക്ക് ഹെഡ്ലൈൻ മുഴുവൻ മാറിപ്പോയി. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അങ്ങനെ കോൺഗ്രസ് സ്വന്തം കഴിവുകേട് കൊണ്ട് പരാജയപ്പെട്ട ഒരു ദിവസം കൂടി അവസാനിക്കുന്നു.